ഈയിടെയായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. പത്രോസ് വളരെ വ്യത്യസ്തമായ ഒരു ഭാഷാ ശൈലി ഇവിടെ ഉപയോഗിച്ചിരിക്കുക. ഹല്ലേലൂയ. പത്രോസും പൗലോസും ഒക്കെ പറഞ്ഞ ഒത്തിരി വാക്യങ്ങളുണ്ട്. അത്യന്തം അനവധി കഷ്ടത എന്ത് ചെയ്യും? അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം പ്രാപിക്കുന്നതിന് നൊടിനേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം പ്രാപിക്കുന്നതിന് കാരണമായി തീരും. സ്തോത്രം. അപ്പോൾ ഇവിടെ പത്രോസ് സമർത്ഥിക്കുന്നത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടെന്ന. ആമേൻ. എന്തുകൊണ്ട്? നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യത്തെ നോക്കി പറയുകയാണ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്. സ്തോത്രം. ഇന്ന് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന സന്ദേശങ്ങളൊക്കെ തന്നെ സമൃദ്ധിയുടെ സുവിശേഷമാണ്. ഹെലികോപ്റ്ററിൽ അല്ലെങ്കിൽ സൈക്കിളിൽ വന്നാൽ ഹെലികോപ്റ്ററിൽ പോകാം. ദൈവത്തെ സേവിച്ചാൽ ഭൗതിക നന്മ കിട്ടും, അനുഗ്രഹം കിട്ടും, ഉയർച്ച കിട്ടും, വീട് കിട്ടും. കിട്ടത്തില്ല എന്ന് ഞാനും പറയുന്നില്ല. വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചാൽ ദൈവം തരുന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം, എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ ദിവസം അറിയാമോ നോക്കിയതാ, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുതെന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും കിട്ടും. എന്തൊക്കെ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, ഇതൊന്നിനെ കുറിച്ച് നീ ഭാരപ്പെടണ്ട. നിന്റെ കാര്യം സ്വർഗം നോക്കിക്കോളും. ഹലോ, നിന്റെ കാര്യം ആര് നോക്കിക്കോളും? ദൈവം നോക്കിക്കോളുമെന്ന്. നീ ഇപ്പൊ ആരുടെ മകനാ? നീ ആരുടെ മകളാ? ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ മകളാ. ആമേൻ. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, മൈ ചിൽഡ്രൻ യു ആർ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെതാണ്. ഹലോ, സ്തോത്രം. നിങ്ങൾ ആരാണ്? ദൈവത്തിൻ്റെതാണ്. എത്ര പേർക്ക് അകത്തളത്തിൽ ആഴമായ ഉറപ്പുണ്ട്, ഞാൻ ദൈവത്തിൻ്റെതാണെന്ന്? ഐ ബിലോങ് ടു മൈ ജീസസ്, ഐ ബിലോങ് ടു മൈ ഗോഡ്. എൻ്റെ ദൈവത്തിൻ്റെതാണ് ഞാനെന്ന് അകത്തളത്തിൽ ആഴമായ വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വെളിപ്പാടാണ് അവൻ എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും, എന്തെല്ലാം ഭാരങ്ങൾ വന്നാലും